ഇന്ന് നല്ലൊരു കന്നുള്ള സാധനം തന്നെ കയ്യിൽ തടഞ്ഞിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ഒരു നല്ല അടിപൊളി കല്ല്, ഒരു ട്രയാങ്കുലർ ഷേപ്പിലുള്ള ഒരു കല്ല് കേട്ടോ. ഇത് നമ്മൾ പണ്ടൊക്കെ നിലം തേക്കുമ്പോൾ ഒക്കെ അത് ഒന്ന് മിനുസപ്പെടുത്താൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു സ്റ്റോണാണ് കേട്ടോ. അപ്പോൾ നമ്മൾ മുകളിലൊക്കെ വൃത്തിയാക്കിയപ്പോൾ കിട്ടിയതാണ്. അപ്പോൾ ഞാനിത് അത് വെച്ചിട്ട് ഒരു കുഞ്ഞായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ നമ്മളിതാ ഇതുപോലെ മണ്ടേലായിട്ട് ചെയ്യുന്ന ആ സംഭവം ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ മുകളിൽ കുറേ ഡോട്ട്സ് ഇട്ട് കൊടുക്കാൻ പോവാണ്. ബേസ് ഒരു റെഡ് കളർ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ ഗോൾഡൻ ആയിട്ടുള്ള കുറേ ഡോട്ട്സ് ഞാൻ നിറയ്ക്കുന്നുണ്ട് കേട്ടോ. ഈ ഷേപ്പ് കണ്ടപ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ ഉടക്കിയിട്ടുള്ള ഒരു ഐറ്റം ഉണ്ടായിരുന്നു. കുറേ കാലമായിട്ട് ഉണ്ടാക്കണം എന്ന് വിചാരിച്ചതാണ്. പിന്നെ കയ്യിലുള്ള സാമഗ്രികൾ ഉപയോഗിച്ചിട്ട് ഞാൻ അതിൻ്റെ ഒരു ചെറിയൊരു മോഡൽ ഉണ്ടാക്കിയെടുക്കാനുള്ള ഒരു കുഞ്ഞൻ ശ്രമത്തിലാണ് കേട്ടോ. അപ്പോൾ അത് ആ കയ്യിലുള്ള ബീഡ്സൊക്കെ വെച്ചിട്ട് അറേഞ്ച് ചെയ്ത് കൊടുത്തു. കണ്ടോ, ഒരു കുഞ്ഞൻ നെറ്റിപ്പട്ടാണ് കേട്ടോ നമ്മൾ അതിൻ്റെ മുകളിൽ ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇതാ ഇതിൻ്റെ മുകളിൽ കുറേ ബീഡ്സൊക്കെ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതിൽ ചന്ദ്രക്കല ആവശ്യമുണ്ട്. അപ്പോൾ ഞാനിതാ ഗുളികയുടെ ആ സ്ട്രാപ്പിൻ്റെ മുകളിൽ നിന്നും കുറച്ച് കട്ടിയുള്ള ആ കഷ്ണം മുറിച്ചെടുത്തിട്ട് ഒരു 5 എണ്ണം ഇതുപോലെ ചന്ദ്രക്കലയുടെ ഷേപ്പിൽ മുറിച്ചെടുത്തിട്ട് നമ്മളിതിൻ്റെ മുകളിൽ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ബാക്കിയെല്ലാം നമ്മളിതാ ഗോൾഡൻ്റെ ആ കളർ പെയിൻറ്റ് കൊണ്ടിട്ട് ആ ബീഡ്സ് പോലെയൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഒട്ടിച്ച് വന്നപ്പോൾ നല്ല കിടി ലുക്കായിട്ടുണ്ട്. പിന്നെ ആ വൈറ്റ് കളറൊക്കെ നമ്മൾ മാറ്റിയിട്ട് ഒരു നല്ല ഗോൾഡൻ ഷെയ്ഡ് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ പല സ്ഥലത്തും ഈ നെറ്റിപ്പട്ടം കാണുമ്പോൾ ഒരു ആഗ്രഹമാണ് ഉണ്ടാക്കാനായിട്ട്. പിന്നെ നമ്മൾ ആ ഐറ്റംസ് ഒന്നും വാങ്ങാത്തതുകൊണ്ട് അങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ടില്ല. പിന്നെ ഇതിൻ്റെ കുഞ്ചലം വേണം, അത് ഞാൻ തപ്പി നോക്കിയപ്പോൾ അത് കയ്യിൽ കിട്ടിയിട്ടുണ്ട്. പിന്നെ അങ്ങനെ അത്യാവശ്യമുള്ള എല്ലാ സാധനങ്ങളും നമ്മൾ അവിടെ ഇവിടെയൊക്കെ സൂക്ഷിക്കുന്നതുകൊണ്ട് നമുക്ക് എപ്പോൾ വേണമെങ്കിലും കയ്യിൽ കിട്ടും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഞാൻ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒട്ടിച്ചപ്പോൾ നല്ല കറക്റ്റായിട്ട് നിൽക്കുന്നൊരു പേടി ഉണ്ടായിരുന്നു സ്റ്റോൺ ആയതുകൊണ്ട്. എന്നാലും നമ്മുടെ ഈ ഗമ്മിൽ ഇത് അസലായിട്ട് ഒട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ സൈഡിൽ അലുക്കുകളൊക്കെ വെച്ച് കൊടുത്തു. പിന്നെ ഒരു ഹാങ്ങിങ് കൂടി ഇതിൻ്റെ മുകളിൽ റെഡിയാക്കിയപ്പോൾ നല്ല ഒറിജിനാലിറ്റി ഉള്ള ഒരു സൂപ്പർ നെറ്റിപ്പട്ടം. എനിക്ക് നല്ല ഇഷ്ടമായി ആ കളർ കോമ്പിനേഷനൊക്കെ ആയിട്ട്. കുഞ്ഞൊരു മോഡൽ മാത്രമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നല്ല ഹെവി ആയിട്ടുള്ള ഒരു നെറ്റിപ്പട്ട ഇങ്ങനെ തൂക്കിയിടാൻ പറ്റുന്ന ഒരു കുഞ്ഞ് നെറ്റിപ്പട്ട ഇഷ്ടമായോ? സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.